ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഉള്ള ജോലിയുടെ തിരക്കിനെ പറ്റി ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വളരെ അത്യാവശ്യമാണ്. ഇപ്പം അത് ഒരു വിഷയമേ അല്ല. കാര്യം അന്ന് കണ്ടിന്യൂറ്റി എങ്ങനെ കണ്ടുപിടിക്കാക്കും? ഫിലിമിൽ പോയി ആ ഫിലിം പിന്നെ നാളുകൾക്ക് ശേഷം ഒരാഴ്ചയോ എങ്ങാനും കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി അതിൻ്റെ ഒരു പ്രിൻ്റ് അടിച്ച് വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും തിയേറ്റർ രാത്രി 10-12 മണിക്ക് അവരുടെ നൈറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ആ ഷോ അവിടെ ചെന്നിരുന്നിട്ട് ഈ ഫിലിം മുഴുവൻ ഇട്ട് കാണും. ഇത് കാണുമ്പോഴാണ് കണ്ടിന്യൂറ്റി പോയോ, പിന്നെ കാക്ക എവിടെയും കൂടെ പറന്നു പോയോ, പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കിയോ, ഈ ലൈറ്റോ കട്ടറോ വല്ലതും ഫ്രെയിമിലുണ്ടായിരുന്നു, ഇതൊക്കെ അപ്പോഴേ അറിയാൻ നോക്കും. അല്ലാതെ ഇത് അറിയാൻ നോക്കില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാം നമുക്ക് റീപ്ലൈ ചെയ്ത് കാണാം. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് നമ്മൾ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എടുക്കാൻ നേരത്ത് ഡയറക്ടർ ചോദിക്കും, ലാൽ സാറിൻ്റെ വലത് കൈ എവിടെയായിരുന്നു, മേശപ്പുറത്തായിരുന്നോ അതോ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നോ? നമ്മൾ കൃത്യമായിട്ടത് നോട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ് അടിച്ചാൽ തീർന്നു പോകും. ചീത്തവിളി അപ്പം കേൾക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഓരോ ആർട്ടിസ്റ്റും കട്ടെന്ന് പറഞ്ഞ സമയത്ത് ഇവരുടെ കൈ എവിടെയാണ് ഇരുന്നത്, എങ്ങോട്ടാണ് നോക്കിയത്, കണ്ണാടി ഉണ്ടായിരുന്നോ, കണ്ണാടി താഴെ വെച്ചോ, ഗ്ലാസ് കയ്യിലുണ്ടോ, ഇതെല്ലാം കറക്റ്റ് പറപറപടാന്ന് നോട്ട് ചെയ്യണം. അപ്പം അത്ര ഡിഫിക്കൽട്ടായിട്ടാണ് അന്നത്തെ കാലത്ത്. ഇത് ഞാൻ മാത്രം ചെയ്ത കാര്യമല്ല, എല്ലാ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പം ഇത് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് മാല, മോതിരം, കമ്മൽ, വള, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഒരു പ്രാവശ്യം ലാൽ സലാമിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കണം. അപ്പം അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഉർവശി ഈ കമ്മൽ കേട്ടു, കണ്ടിന്യൂറ്റി ഡ്രസ്സ് എല്ലാം കൊടുത്തു. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, കരമന ജനാർദ്ദനൻ സാറ്, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. എല്ലാവരുടെയും ഡ്രസ്സും ഇതെല്ലാം ഞാൻ കൊടുത്തു. കോസ്റ്റ്യൂമിൽ പറഞ്ഞാൽ മതി, ഇന്ന ആൾക്ക് ഇന്ന ഡ്രസ്സ് പറഞ്ഞാൽ അവർ ആ ഡ്രസ്സ് കൊടുത്തോളും. എല്ലാവരും റെഡിയായി ഷൂട്ടിങ് തുടങ്ങാനായിട്ട് റിഹേഴ്സൽ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉർവശി എന്നെ വിളിച്ചു, നന്ദു കമ്മൽ മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനും നോക്കിയപ്പം ശരിയാണ്, കമ്മൽ അന്ന് നമുക്ക് ഫോട്ടോ എടുത്ത്, ഇന്നാണെങ്കിൽ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം, അന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കാക്കില്ലല്ലോ, ഒന്ന് ക്യാമറയും ഒന്നുമില്ലല്ലോ. പിന്നെ അത്യാവശ്യമാണെങ്കിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് ചിലപ്പോൾ കാണും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കമ്മൽ മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മൽ മാറിപ്പോയാ? അങ്ങനെ മാറി. അപ്പോൾ പെട്ടെന്ന് ഫോട്ടോ ഞാൻ ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് ആൽബത്തിൽ ഒട്ടിക്കും. അങ്ങനെ ഫോട്ടോ നോക്കിയപ്പം ശരിയാണ്, കമ്മൽ മാറിപ്പോയി. അതാണെങ്കിൽ പ്രകടമായിട്ട് അറിയുകയും ചെയ്യും കമ്മൽ മാറിയ കാര്യം. അതാണ് ആ ആർട്ടിസ്റ്റ് നമ്മളോട് കോഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പെരുമാറണം എങ്ങനെ, അതുപോലെ ആയിരിക്കും നമ്മളോടും പെരുമാറണം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ മാറ്റി എടുക്കാക്കുമോ എന്ന് ചോദിച്ചു. ഇതിന് ഈ കഷ്ടകാലത്തിന് ഈ സാധനം ഇത് അവിടെ റൂമിലാണ് ഇരിക്കുന്നത്, അതായത് കോസ്റ്റ്യൂം ഇരിക്കുന്ന സ്ഥലത്താണ് ഈ മറ്റേ കമ്മലിരിക്കുന്നത്, അത് അവിടെ ആയിപ്പോയി. ഞാൻ പറഞ്ഞ് ഈ സാധനം ഇപ്പോൾ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇവരവിടെ എങ്ങനെയോ മാനേജ് ചെയ്തു, അത്രയും സമയം അങ്ങനെ മാനേജ് ചെയ്തു. എന്നിട്ട് പോയി ഓടിച്ചെന്ന് തിരിച്ച് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തിരിച്ച് വന്ന് സാധനം കൊണ്ടുവന്ന് കൊടുത്ത് പെട്ടെന്ന് മാറ്റി. അതേപോലെ തന്നെ കരമന ജനാർദ്ദനൻ സാറിൻ്റെ മുണ്ട് മാറിപ്പോയി, ഇന്ന കര മുണ്ടായിരുന്നു, അത് മാറിപ്പോയി. അതും ഇതുപോലെ സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നന്ദു ഈ മുണ്ടല്ലല്ലോ ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. അവിടെയും എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ എഴുതി വെച്ചപ്പം മാറിപ്പോയത്. എഴുതി വെച്ചാൽ എന്ന് പറഞ്ഞാൽ അന്ന് എന്തോന്നോ ഈ ഒരുപാട് പേര് മുണ്ടെടുത്തിട്ടുണ്ട്, അപ്പം എഴുതിയപ്പം തെറ്റിപ്പോയി, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു, മുണ്ട് മാറിപ്പോയി. അതും ഡയറക്ടർ അറിയാതെ ഒരുവിധം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ മുണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു, ഒറിജിനൽ മുണ്ട് കൊണ്ടുവന്നു ഉടുത്തു. സാർ അവിടെ വെച്ച് തന്നെ മാറി റെഡിയായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും എന്നെ രക്ഷിച്ചു. രക്ഷിക്കാത്ത ആളുണ്ട്, അതായത് ഈ മലയാളി ആർട്ടിസ്റ്റുകളെല്ലാവരും നമ്മൾ ഭയങ്കര കോപ്പറേറ്റീവാണ്. ഈ ഗീത എന്ന് പറയുന്ന നടിയുള്ളൂ, തമിഴ്, അവർ നല്ല ആർട്ടിസ്റ്റാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അവർക്കൊരു ഡ്രസ്സ് കൊടുക്കാനായിട്ട്, സാരി കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് സെലക്ട് ചെയ്യണം. ക്യാമറാമാനും ഡയറക്ടറും കൂടെ നോക്കി സെലക്ട് ചെയ്യണം അടുത്ത സീനിലേക്കുള്ള. അപ്പോൾ ഒരു 3-4 സാരി കൊണ്ട് കാണിച്ചു കോസ്റ്റ്യൂമർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സാരി കൊടുക്കുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഈ കൊണ്ടുപോയപ്പം ഞാൻ പറഞ്ഞു, അടുത്ത സീനിന് ഈ സാരിയാണ് ഡയറക്ടർ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കൊള്ളില്ല, ഈ സാരി കളറൊന്നും ശരിയല്ല, ഒരു സുഖമില്ല, മറ്റേ സാരി എടുക്കുക. ഞാൻ പറഞ്ഞു അതല്ല, ഇത് അവർ സെലക്ട് ചെയ്ത സാരിയാണ്, ഇത് ഇടണമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ പറഞ്ഞോളാം ഡയറക്ടർ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇവർ ഈ സാരി ഇട്ടില്ല, വേറെ സാരി എടുത്തു. അത് കഴിഞ്ഞ് ലാൽ സാറുമായിട്ടുള്ള സീനാണത്, അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു സീനാണ്.
എന്നിട്ട് പറഞ്ഞു ആർട്ടിസ്റ്റ് റെഡിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇവരെ ചെന്ന് വിളിച്ചു, റെഡി, ഷോട്ട് റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് ഇവർ വന്നു. അകത്തോട്ട് കയറി അവിടെ ഡയറക്ടർ എന്നെ നോക്കിയിട്ട് ഒറ്റ ചൂടാലു, നന്ദുവിൻ്റെ അടുത്ത് ഈ സാരിയാണോ ഞാൻ കൊടുക്കാൻ പറഞ്ഞത്, ഞാൻ കാണിച്ചെന്ന സാരിയില്ല, അതെന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവരെ നോക്കിയപ്പോഴത്തെ ഇവരിങ്ങനെ മുഖത്ത് ഒന്നും പറയല്ലേ എന്ന്, അതായത് ഞാൻ വെടി കൊണ്ടോളാൻ. ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞെന്ന സാരിയല്ലേ ഞാൻ കൊടുത്തത് സാർ, പക്ഷെ അവരത് ഇടൂലെന്ന് പറഞ്ഞു, ഇതേ ഇടൂള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ അടുത്ത് ചൂടായില്ല. അതെന്താ ഗീത, അത് പോയി ആ സാരി മാറും, ഇത് ഈ കളർ ഇത് ക്യാമറമാനും കൂടെ സെലക്ട് ചെയ്താലേ അത് മാറിക്കൊള്ളൂ എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. ഇവർ വെളിയിറങ്ങിയിട്ട് എന്നെ വിളിച്ച് എന്നാ കൊലയ്ക്ക് കൊടുക്കറിയാ. ഞാൻ പറഞ്ഞു പിന്നെ ഉള്ള കാര്യമല്ലോ, ഡയറക്ടർ പറഞ്ഞത് ഇടണ്ടേ, ഈ ചീത്തളി ഞാൻ കേൾക്കണോ, നിങ്ങളത് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം അതാണ് പറഞ്ഞത്, ഓരോ ആർട്ടിസ്റ്റുകളുടെ സ്വഭാവം ഓരോ രീതിയിലാണ്. അവർ വിചാരിച്ച് കുഴപ്പമില്ലാന്ന് ചോദിച്ചു. ഞാൻ പക്ഷെ പറഞ്ഞത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാതെ, പക്ഷെ അവരോട് തന്നെ മാറി. അവരുമായിട്ടും നല്ല സ്നേഹം, അതുകൊണ്ട് പിണങ്ങിയൊന്നുമില്ല, അതൊക്കെ അപ്പോഴേ തന്നെ തീർന്നു. ഇപ്പോഴും അത് കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷം അവർ അമേരിക്കയിലാണ്, അവിടെ വെച്ച് ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കണ്ടു. അത് ഫുള്ളും അവിടെ ഉണ്ടായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. ഇപ്പോഴും മെസ്സേജൊക്കെ അയക്കും, പാവം നല്ല ഒരു അന്നങ്ങനെ സംഭവിച്ചതുള്ളൂ. അതുപോലെ രേഖ എന്ന് പറയുന്ന നടി, അവരും കിഴക്കണൂരും പക്ഷിയുടെ ഷൂട്ടിങ്ങിനാണെന്ന് തോന്നുന്നു. ഇതിൽ ഒരു മലയുടെ മുകളിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ അതിന് സോങ്ങിൻ്റെ എന്തോ സീക്വൻസ് കഴിഞ്ഞപ്പോൾ അവർ ഡയറക്ടർ പറഞ്ഞു ഒരു ഡ്രസ് ചേഞ്ച്, വേറൊരു ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞു. അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്ഥലവുമില്ല, എവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യും? അപ്പോൾ അവർ വളരെ കൂളായിട്ട് പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഞാൻ മാറിക്കൊള്ളാം, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. 2 പേരെടുത്ത് മുണ്ടെടുത്ത്, വലിയ മുണ്ടെടുക്കാവുന്ന കോസ്റ്റ്യൂമുള്ള അവർ 2 പേരെടുത്ത്, പുള്ളിക്കാരത്തേക്ക് ഒരു അസിസ്റ്റൻ്റുണ്ട്, ഗണേശ് എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻ്റുണ്ട്. ആ ഗണേശും പിന്നെ കോസ്റ്റ്യൂമുള്ള 2 പേരെയും കൂടെ വിളിച്ചിട്ട് ഇവർ ഒരു മുണ്ട്, വലിയ 2-3 മുണ്ടെടുത്തിട്ട് 3 പേരിങ്ങനെ ഒരു മതിൽ പോലെ ഇങ്ങനെ പിടിച്ചു, ഈ മലയുടെ മുകളിൽ പിടിച്ചിട്ട് അവരതിൻ്റെ അകത്ത് അപ്പുറ സൈഡിൽ ചെന്ന് നിന്നുകൊണ്ട് 2 മിനിറ്റ് പോലും എടുത്തില്ല, ടക്കെന്ന് പറഞ്ഞ ഡ്രസ്സ് മാറി തിരിച്ചു വന്നു. ഇത് ഉർവശി ഇതേപോലൊരു സംഭവത്തിൽ ഉർവശി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അതാണ് ഈ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഡെഡിക്കേഷൻ. അപ്പം ചില ആൾക്കാർ കുറച്ച് ഫസിയായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കുറ്റം പറയാക്കില്ല, കാര്യം അത് ഒരു പ്രൈവസിയുടെ പ്രശ്നമാണ്. ആർട്ടിസ്റ്റുകൾ സഹായിച്ചു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കളിപ്പാട്ടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പം ഈ ഊട്ടിയിൽ ഷൂട്ടിങ് നടക്കുക, ഈ വെസ്റ്റേൺ കാച്ച്മെൻറ്റ് ഏരിയയിൽ. ഞാൻ വെസ്റ്റേൺ കാച്ച്മെൻറ്റിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അഹം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് നമ്മൾ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ സോങ് എടുക്കാനായിട്ട് അന്ന് ലാലേട്ടനും ഉർവശിയും എടുക്കാൻ പോയപ്പോഴത്തേക്കും 2-3 ഡ്രസ് ചേഞ്ച് എടുത്തു. അപ്പോൾ ഡയറക്ടർ പെട്ടെന്ന് പറഞ്ഞ് ഒരു ഡ്രസ് ചേഞ്ച് കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റുകാർ പരിങ്ങി. കാര്യം ഈ സ്ഥലം വളരെ ദൂരെ ആയതുകൊണ്ട് ഇവർ എല്ലാ വണ്ടികളും പോയില്ല, കുറച്ച് വണ്ടികൾ അവരുടെ ആവശ്യത്തിനുള്ള ഒരു 3-4 ഡ്രസ്സുകൾ മാത്രമേ അവർ കരുതിയുള്ളൂ. അവരുടെ കയ്യിൽ ഉർവശിക്ക് കൊടുക്കാൻ ഡ്രസ്സുണ്ടായിരുന്നു, പക്ഷേ ലാൽ സാറിന് കൊടുക്കാൻ ഡ്രസ്സില്ലായിരുന്നു. എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു സുഖമായിട്ട് തോന്നില്ല. ഈ സിനിമാറ്റോഗ്രാഫർ അത് റിജക്റ്റ് ചെയ്ത്, ആ ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വേറെ ഉടുപ്പില്ല. അപ്പം ഞാനന്ന് ഇട്ടിരുന്നത്, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൂടാണ്. അപ്പം ഞാനന്ന് ഇട്ടിരുന്നത് ഒരു നല്ല ഒരു കിളിപ്പച്ച കളറുള്ള ഒരു ടീഷർട്ടാണ്, പിന്നെ ഹുഡിയൊക്കെ ഉള്ളൊരു ടീഷർട്ട്. ഈ ടീഷർട്ട് ഇട്ടാണ് ഞാനത്. അപ്പം പെട്ടെന്ന് ലാലേട്ടൻ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, തന്നെ ഈ ഷർട്ട് എനിക്ക് ഊരിത്തരുമോ ഷൂട്ട് ചെയ്യാനായിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഊരിത്തരാം, കുഴപ്പമൊന്നും, എന്നാ ഊരെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഊരിയിട്ട് അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ട് ഊരി എനിക്ക് തന്നു. എന്നിട്ട് ആ ഷർട്ട് ഇട്ടാണ് അദ്ദേഹം ആ പാട്ടിൽ അഭിനയിച്ചത്. ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ്, ഒരു 1-1.5 കൊല്ലം മുമ്പ് ഞാനൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ കുറച്ചപ്പുറത്ത് വേറൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കക്ഷി ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു, ഞങ്ങൾ 2 പേരുടെ വർക്ക് കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരുമിച്ച് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ അവിടെ ഒന്ന് ഞാൻ പോയി തല കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രാവിലെ ഒരു 12 മണിയായപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ അവിടെ ഒന്ന് പോയി തല കാണിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് വരാം, നന്ദു പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാനങ്ങ് റൂമിലോട്ട് പോയി. ഞാൻ റൂമിൽ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു. ഞാൻ ചെന്ന് അവിടെ പോയില്ലേന്ന് ചോദിച്ചു. അല്ല, അവർക്ക് ഷൂട്ടിംഗ് നടന്നില്ല, ഷൂട്ടിംഗ് ബാക്കപ്പായെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഞാൻ ഏത് സിനിമയെന്നോ ആർട്ടിസ്റ്റ് ആയിരുന്നോ എന്നൊന്നും ഞാൻ പറയണില്ല. എല്ലാവരും വന്നു, രാവിലെ മേക്കപ്പൊക്കെ ചെയ്തു, എല്ലാവരും റെഡിയായി ഷൂട്ടിങ്ങിന്. അതിനകത്തെ പ്രധാന വേഷം ചെയ്യുന്ന നടൻ
അദ്ദേഹം എറണാകുളത്തുനിന്ന് വരണം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എത്തും. എറണാകുളത്തുനിന്ന് അവിടെ എത്താൻ എനിക്ക് ആ രാവിലെ 2 മണിക്കൂർ മതിയായിരിക്കും. 2 മണിക്കൂർ മതി അങ്ങനെ എന്തോ പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞിരുന്നു. ഒരു 10-11 മണിയായപ്പം അവിടെ നിന്ന് ഫോൺ വന്നു, അദ്ദേഹത്തിന് മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല, ഷൂട്ടിങ് വരുന്നില്ല. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റ് റെഡിയായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന് എന്തോ മൂഡ് ശരിയല്ല, ചെറിയ ജലദോഷം എന്തോ ഉണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഷൂട്ടിംഗ് നടന്നില്ല എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ഒരു ഡെഡിക്കേഷൻ ഇല്ലാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. അവരും ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര നാളെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. സഞ്ചാരത്തോടൊപ്പം യാത്രകൾ നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. ചുരുങ്ങിയ ചെലവിൽ പരമാവധി സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട്, അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട്, രുചിവൈവിധ്യം അനുഭവിച്ചുകൊണ്ട് വിദേശയാത്രകൾ നടത്താം. ത്രില്ലിംഗ് തായ്ലാൻഡ്. തായ്ലാൻഡിലെ ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് ഗാർഡൻസ്, മെറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽക്കാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. തായ്ലാൻഡിൽ 4 പകലും 3 രാത്രിയും. ടൂറുകൾക്കുള്ള ബുക്കിംഗ് തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. ഞാൻ എൻ്റെ സ്കൂളിൽ നഴ്സറി മുതൽ ഒരുമിച്ച് പഠിച്ച കുറേ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു എന്ന് പറയില്ലേ, ഇവൻ സുനിൽ അൻവർ എന്നാണ് അവൻ്റെ പേര്. കുറേ വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്നാണ് പഠിച്ചത്, 10ാം ക്ലാസ് വരെ ഒരുമിച്ച്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവനെ കണ്ടിട്ടില്ല. അപ്പം ഇവൻ്റെ വാപ്പച്ചിയൊക്കെ അന്ന് സൗദിയിൽ എവിടെയോ ആയിരുന്നു. അപ്പം പിന്നീട് എപ്പോഴോ ഒരു പ്രാവശ്യം എവിടെയോ വെച്ച് ഇങ്ങനൊരു കല്യാണത്തിന് എന്തോ വെച്ച് കണ്ടു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ടു, പക്ഷെ പിന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ അറിയാവുന്ന ആൾക്കാരത്തെല്ലാം ചോദിക്കും, അൻവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കും അറിയില്ല. അൻവർ എവിടെയാണെന്ന് അവൻ സൗദിയിൽ പോയെന്ന് തോന്നുന്നു. അപ്പോൾ എവിടെ കോളേജ് കോളേജ് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഈ അൻവർ എവിടെയാണെന്ന്. ഈ അൻവറൊട്ട് എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, അവനും കാണാൻ പറ്റുന്നില്ല. ഞാൻ പക്ഷേ അന്നും ഈ ഇത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളോളം ഒരേ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. അപ്പം അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വരാം, എൻ്റെ വീടറിയാം. പക്ഷെ അവൻ വരുന്നുമില്ല, അപ്പോൾ അവനെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു വിഷമമാണ്. കാര്യം ഇത്രയും വർഷം ഒരുമിച്ച് കൂടെ ഇരുന്നവനെ കാണാനില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ പഠിച്ച പഴയ കൂട്ടുകാരെ കാണുന്ന സമയത്ത്, കോളേജെല്ലാം കഴിഞ്ഞ് സിനിമയിൽ വന്ന കാലത്തും സിനിമയിൽ അഭിനയിച്ച് സിനിമയിൽ കുറേ അറിയപ്പെടുന്ന വ്യക്തി ആയിട്ടും എപ്പോഴും ഈ പഴയ ആൾക്കാരെ കണ്ടാൽ ചോദിക്കും, ഈ അൻവറിനെ വല്ല വിവരം ഉണ്ടോടാ നിനക്ക്? ആണോ? അയ്യോ ഇല്ലടാ, അവൻ എവിടെയെന്ന് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ ഒരു വിഷമമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുക, ഈ അൻവർ എവിടെയെന്ന് അറിഞ്ഞുകൂടാതെ. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി മലേഷ്യ പോയിട്ട് അവിടെ ചെന്ന് 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ നിന്ന് അയാൾ, എൻ്റെ ഫ്രണ്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നു. അപ്പം എയർപോർട്ടിലോട്ട് പോകുന്ന മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ ഏതോ ക്ലബ്ബിൽ പോയിട്ട് 2-3 സ്മോളൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ വന്നു എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് വെയിറ്റ് ചെയ്യുമ്പം എനിക്ക് തോന്നി 2 എണ്ണം കൂടെ അടിക്കണമെന്ന് തോന്നി. ഞാൻ വീണ്ടും പോയി അവിടുത്തെ ബാറിൽ കയറിയിട്ട് 2 പേക്ക് അടിച്ചു. തിരിച്ച് ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പം ഫോൺ എടുത്ത് വെച്ച് വൈഫൈ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു മെസ്സേജ് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലൊരു മെസ്സേജ്, നന്ദലാൽ ഹൗ ആർ യു,
അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ പേര് എഴുതി. അപ്പം ഞാൻ ഈ പേര് നോക്കിയപ്പോൾ അൻവർ എന്ന് പറഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഈ ഫോട്ടോ ഒന്നും കാണുന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ വെറുതെ താഴെ കുത്തുന്നു, ഈസ് ഇറ്റ് ദ സെയിം അൻവർ ഹു സ്റ്റഡീഡ് വിത്ത് മീ ഇൻ ദ സ്കൂൾ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്കൂള് കഴിഞ്ഞിട്ട് 30-35 കൊല്ലം കഴിഞ്ഞു. അപ്പം യെസ് എന്ന് മറുപടി വന്നതും ഞാൻ ഒരൊറ്റ കരച്ചിൽ, എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. ആ ആൾക്കാർ മുഴുവൻ ഇവൻ എന്തോ ഫോൺ നോക്കിയിരുന്ന് കരയണം. അവർ വെച്ച് എൻ്റെ അച്ഛനും അമ്മ ആരോ മരിച്ചു പോയിട്ടാണ് കരയണം. എനിക്കങ്ങ് കണ്ണ് നിറഞ്ഞ് ഞാൻ പടപടാന്ന് കരച്ചിൽ. എനിക്ക് സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടല്ല. ഞാൻ ഉടൻ തന്നെ അവനെ മെസ്സഞ്ചറിൽ വിളിച്ചപ്പോൾ ഫോൺ ഞാൻ പറഞ്ഞു, നീ എവിടെയാടാ? അപ്പോൾ അവൻ അബുദാബിയിലാണ്. ഞാൻ പറഞ്ഞു, ഈ വിസ എടുത്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ പാസ്പോർട്ട് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും, നാളെ നീ വിസ എടുത്താൽ മറ്റന്നാൾ ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ വന്നോടെ തന്നെ വിസ എടുത്തു. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ നേരെ വച്ച് പിടിച്ച് അബുദാബിക്ക്. കാര്യം പിന്നെ എനിക്ക് ഇവനെ കാണാതിരിക്കാൻ പറ്റില്ല. നേരെ വിട്ടു. അവിടെ ചെന്ന് 3-4 ദിവസം അവൻ്റെ കൂടെ. അത് മറക്കാനൊക്കില്ല. എങ്ങനെ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മസുഹൃത്തിനെ തിരിച്ചു കിട്ടി. നമ്മൾ ഈ പിരിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കണക്ഷൻ ഇല്ലാതെ പോയി. അവനെങ്ങോട്ട് പോയി എന്നുള്ളതോ, ഇവൻ ആഡ്നോക്കിൽ വലിയ ഉദ്യോഗസ്ഥനായി. അവൻ അവിടെ അബുദാബി പോയി സെറ്റിൽ ചെയ്ത്, കല്യാണം കഴിച്ച് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത്, അവിടെ സ്വന്തം വീടുമൊക്കെ ആയി, പിള്ളേരുമൊക്കെ ആയിട്ട് അവിടെ. ഞാനിവിടെ ഇപ്പം ഞാൻ ചോദിച്ചെടാ, ഞാൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ച് എന്നെ നീ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുന്നില്ലേ? ഒന്നും അന്വേഷിച്ചുകൂടെ? ആരുടെത്തെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഈ കഴുതേടെ ഫോൺ നമ്പർ വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരൂല്ലേടാ എന്ന് ചോദിച്ചപ്പോൾ അത് നീ ജാടയാണോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ, എന്നെ അറിഞ്ഞൂടാ ഞാൻ ആരെന്ന്. നീ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമമാവും. അതുകൊണ്ട് എന്തിനാക്കും ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുമോ എന്നുള്ളത്. ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുക്കാപ്പങ്ക് യവനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. എവിടെ എന്ത് അങ്ങനെ എനിക്കത് തിരിച്ചു കിട്ടിയവനെ. പിന്നെ ഇപ്പോഴും ബന്ധത്തിനൊന്നും ഇപ്പോൾ ഒരു കുറവില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം പോയിരുന്നു, അവിടെ ചെന്നു. അവൻ വരുമ്പോൾ വീട്ടിൽ വരും, ഫാമിലിയായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തിനെ തിരിച്ചു കിട്ടിയതൊരു അനുഭവം ഭയങ്കര. ഇതേപോലെ തന്നെ വേറെ 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ മിസ്സായിപ്പോയി. അത് എന്നേക്കുമായി മിസ്സെന്ന് പറയാൻ ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് ഞാൻ സിനിമയിലാണെന്നറിയാം, എന്നെ അന്വേഷിക്കാൻ എളുപ്പമല്ലേ, കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷെ അവരത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇവൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മൾ ജാടയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇത് കേട്ടിട്ട് ആരെങ്കിലും തിരിച്ചു വന്നാൽ സന്തോഷം. ഒരുപാട് നമ്മുടെ സ്കൂളിൽ പഠിച്ചത്, കോളേജ് പഠിച്ചിട്ടുള്ള പല അതിനകത്ത് ദുഃഖകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്താണ് ഇതുപോലെ ഇപ്പോഴല്ല, ഒരു 5-6 കൊല്ലം മുമ്പാണ് ഇതുപോലെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ടിനെ പറ്റി ഞങ്ങൾ പഴയ കൂട്ടുകാരെ സംസാരിച്ച് പറഞ്ഞപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വിഷമം തോന്നി. കാര്യം കാണാനും പറ്റിയില്ല, അവൻ മരിച്ചും പോയി. അവൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ഇത് വന്നു. അത് കേട്ടപ്പോൾ വിഷമം തോന്നി. സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ അന്നും എല്ലാ രാഷ്ട്രീയ SFIയിലും KSയിലും ഉള്ള ആൾക്കാരൊക്കെ വളരെ അടുത്ത സ്നേഹബന്ധമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ പല ആൾക്കാരുമായിട്ട് ഇന്നും നല്ല ബന്ധം തന്നെയാണ്. കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ 4 വർഷം സീനിയറായിട്ട് പഠിച്ച ആളാണ് നമ്മുടെ ലീഡറുടെ മകൻ മുരളീധരൻ. അപ്പം അന്നും മുരളിച്ചേട്ടാന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം അദ്ദേഹം അന്ന് കോളേജ് ബസ്സിൽ അദ്ദേഹം വരും, ചില സമയങ്ങളിൽ കാറിൽ വരും. പക്ഷേ കൂടുതലും കോളേജ് ബസ്സിൽ അദ്ദേഹമാണ്. ഞാനും കോളേജ് ബസ്സിലാണ് പോകുന്നത്. അപ്പം അദ്ദേഹം ഒരു ബസ്സിൽ, ഞാനൊരു ബസ്സിൽ. പക്ഷേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അദ്ദേഹം എക്കണോമിക്സ് ആയിരുന്നു, ഞാനിപ്പോൾ പ്രീ ഡിഗ്രിക്കായിരുന്നു, ഇന്നിപ്പോൾ +2 ആണ്. അപ്പം ഞങ്ങൾ അവിടെ രാവിലെ എത്തും. കുറേ നേരം ഇങ്ങനെ മുഖം നോക്കി മിണ്ടായിരിക്കും. അദ്ദേഹം വളരെ സോഫ്റ്റ് സ്പോക്കണായിരുന്നു, വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് നന്ദലാലെ ഇന്ന് സമരമുണ്ട് കേട്ടോ എന്ന് വളരെ ചില ചെറിയ കാര്യങ്ങൾ സംസാരിക്കും. അല്ലാതെ അപ്പം ഞാൻ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ നിന്ന് വളരെ ഭയങ്കരമായിട്ട് മാറി. ഇന്ന് എന്ത് വാചാലം, എന്ത് സംസാരമൊക്കെ ഇങ്ങനെ പറന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ രാഷ്ട്രീയമുണ്ട്, സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ മിതഭാഷിയായിട്ട് വളരെ അങ്ങനെ ഉള്ള ഒരാളായിരുന്നു. പാവ മനുഷ്യൻ. ഇപ്പോഴും പാവമൊക്കെ തന്നെ, വേറെ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷേ നന്നായിട്ട് ഇപ്പോൾ സംസാരിക്കുക. അപ്പോൾ ആ വ്യത്യാസം വളരെ പ്രകടമായിട്ട് കണ്ട ആളാണ്. അന്നുണ്ടായിരുന്ന അതേ സ്നേഹബന്ധം ഇന്നും, ഞങ്ങൾ ഇന്നലെയും കൂടെ
കണ്ടതേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ വെച്ചു. അപ്പോഴും നന്ദു എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരുമായിട്ടും ആ ബന്ധമാണ്. അല്ലാതെ എനിക്ക് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP അങ്ങനെ പറഞ്ഞിട്ടൊരു സ്നേഹബന്ധം, എല്ലാവരോടും സ്നേഹബന്ധം. പക്ഷെ അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരിക്കൽ വിഷമിച്ചു. അതും ഒരു രസമാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 6 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിക്ക്. ഇന്നതില്ല. കോവിഡ് കാലത്തോടുകൂടി ആ പ്ലെയിനിൻ്റെ കച്ചവടം തീർന്നു. അത് തിരുവനന്തപുരം, കൊച്ചി, ഡൽഹി. തിരുവനന്തപുരം 6 മണിക്ക് പോയാൽ 6:30 കൊച്ചിയിലെത്തും. അവിടെ നിന്ന് 7 മണിക്ക് പോകും, ഡൽഹിക്ക് പോകും. അപ്പോൾ ഈ തിരുവനന്തപുരം ആ ഫ്ലൈറ്റ് തിരിച്ച് രാത്രി വരും. അത് 9:50 തിരിച്ച് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും. അപ്പോൾ 10:30 10:30 കഴിയുമ്പോൾ ഞാൻ വീടെത്തും. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. കാര്യം രാവിലെ പോവാം, നമുക്ക് ഷൂട്ടിങ്ങോ ഡബ്ബിങ്ങോ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വൈകിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തു. ഒരു 2-3 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തു. ഈ ഫ്ലൈറ്റ് കോവിഡ് വന്നപ്പോൾ സ്റ്റോപ്പായി. പിന്നെ ഈ ഫ്ലൈറ്റ് യാത്ര ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് വല്ലപ്പോഴേ ഉള്ളൂ. ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി ഇതെല്ലാം ദൂരെ കളഞ്ഞു. കാര്യം പിന്നെ പരമസുഖം ഇതിനകത്ത് തന്നെ യാത്ര. അപ്പം ഈ വിമാനയാത്ര തിരിച്ച് അവിടെ നിന്ന്, അപ്പോൾ ഈ വിമാനത്തിൽ ആണ് എല്ലാ രാഷ്ട്രീയക്കാരും പോണത്. അവിടെ വച്ചാണ് ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടത്. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ബിസിനസ് ക്ലാസ് ഇരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എക്കോണമി ക്ലാസ്. ആ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സും ഉണ്ടായിരുന്നു. വളരെ അപൂർവം ചില ആൾക്കാർ ബിസിനസ് ക്ലാസ് ഇരിക്കും. അപ്പം മിക്കപ്പോഴും തിരിച്ചിങ്ങോട്ട് വരുമ്പം ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് കയറുമ്പം അതിൻ്റെ എക്കോണമി ക്ലാസ്സിൻ്റെ ഫസ്റ്റ് റോയിലെ വിൻഡോ സീറ്റിൽ ഉമ്മൻചാണ്ടി സാറ് കാണും. അദ്ദേഹമായിട്ടല്ലാതെ പേഴ്സണലായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല. ഞാൻ കാണുമ്പം നമ്മുടെ മുഖ്യമന്ത്രിയാണെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ്. അപ്പോൾ ഇദ്ദേഹം പല ദിവസങ്ങളിലും ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പ്ലെയിനകത്ത് ഇദ്ദേഹം വേറെ ഒരുപാട് ആൾക്കാർ, AK ആൻ്റണി സാറിനെ ഒരുപാട് ആൾക്കാരെ ആ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരെ കണ്ടാലും നമ്മൾ നമസ്കാരം പറയും, നമ്മുടെ സീറ്റിൽ പോയിരിക്കും. എയർ ഇന്ത്യയുടെ ചെറിയ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഈ ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ അവരെ കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവർ ബ്ലോക്ക് ചെയ്ത് തരും. അതിൻ്റെ കാര്യം തന്നാൽ ഇത് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാം. ഏറ്റവും പുറകിലാണെങ്കിൽ ആൾക്കാർ മുഴുവൻ ഇറങ്ങിയിട്ടല്ലേ നമുക്ക് ഇറങ്ങാക്കും. അതുകൊണ്ട് ഇതാകുമ്പോൾ ഫ്രണ്ടിലാകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവാം. അപ്പോൾ ഇവരൊക്കെ 1ാമത്തെ റോയിൽ കാണും, 2ാമത്തെ റോയിലും ഒക്കെ കാണും. ഞാൻ ചിലപ്പോൾ 2ലോ 3ലോ ഏതെങ്കിലും ഒരു റോയിൽ അല്ലെങ്കിൽ 4ാമത്തെ റോയിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സീറ്റ് അവർ തരും. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സാറിനെയാണ് സ്ഥിരമായിട്ട് കാണാറുള്ളത്. അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞു, ഭരണം മാറി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവും അല്ലാതായി. സാധാരണ ഒരു MLA മാത്രമായി. ഈ ഇലക്ഷനെ കഴിഞ്ഞ് ഒരു 4 മാസം എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഇതുപോലെ അതേ ഫ്ലൈറ്റിൽ കയറിയപ്പം ഇദ്ദേഹവും കൊച്ചിയിൽ നിന്ന് കയറി. ഇദ്ദേഹം കയറുന്നു, വേറെ ആരൊക്കെയൊക്കെ യാത്രക്കാരും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം കയറി ഇങ്ങനെ ഫ്രണ്ട്, ഞാനും വന്നു. അപ്പോൾ എൻ്റെ സീറ്റ് 2ാമത്തെ റോയിലാണ് എൻ്റെ സീറ്റ്. ഇദ്ദേഹം ഫ്രണ്ടിൽ വന്ന് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇദ്ദേഹം നടന്നു വരികയാണ്. അപ്പം ഞാനതിൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നു പോകുന്നു. ഈ ഫസ്റ്റ് റോയിൽ അവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് കാർഡിലേക്ക് നോക്കിയപ്പോൾ ഞാനും പുറകിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് എവിടെയാണ് നിങ്ങൾ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ റോ 29B ആണ്, അതായത് ഏറ്റവും പുറകിൽ. അപ്പം അദ്ദേഹം വന്നപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പുറകില്ല, എന്നെ അദ്ദേഹം കണ്ടില്ല. കണ്ടാലും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിയണം നിർബന്ധമൊന്നുമില്ല. കാര്യം നമ്മളിങ്ങനെ അദ്ദേഹം സിനിമയ്ക്ക് പോകുന്നൊന്നും പറയും. കാണുമ്പോൾ നമസ്തേ പറയാറുണ്ട്, അദ്ദേഹം ചിരിക്കാറുമുണ്ട്. ഇത് നോക്കിയപ്പം ഈ സീറ്റ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എപ്പോഴും ഇരിക്കുന്നത് ഇവിടെയാണ്, ഈ 1ാമത്തെ റോയിലാണ് ഇരിക്കുന്നത്. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് നമ്പർ 29B ആണ്. 29Bയോ Cയോ എന്തോ. അതായത് ഈ പ്ലെയിനിൻ്റെ ഏറ്റവും പുറകിൽ ഒരു മനുഷ്യന് അധികാരം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. അത് എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. കാര്യം എത്രയോ പ്രാവശ്യം ഇവിടെ ഇരുന്ന ആൾ അദ്ദേഹത്തിന് പവർ പോയപ്പോൾ നേരെ എടുത്ത് പോയി. ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, സാർ ആ ബോർഡിംഗ് കാർഡ് ഇങ്ങ് തരൂ, സാർ ഈ കാർഡ് വെച്ചിട്ട് സാർ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ പോയിരുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ ആൾക്കാരെല്ലാം ഈ സംഭവം മനസ്സിലായി. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന മുഴുവൻ ആൾക്കാരും സാർ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നടന്നങ്ങ് അറ്റം വരെ പോയി ഏറ്റവും പുറകെ ചെന്നിരുന്നു. എല്ലാവരും നിർബന്ധിച്ചു ഇവിടെ ഇരിക്കൂ. ആരൊക്കെയോ രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് നടന്ന് ഇദ്ദേഹം ഏറ്റവും പുറകെ പോയി. എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണ് നിറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3 മാസം മുമ്പ് വരെ
പോലീസ് ഉൾപ്പെടെ ഉള്ളവർ ആനയിച്ച് അവിടെ കൊണ്ട് ഇരുത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് 29 സീറ്റ് നമ്പർ. അതാണ് രാഷ്ട്രീയത്തിൽ ആണ് ഇത്. സിനിമയിലുമൊക്കെ ഇതുപോലെ തന്നെ. അപ്പം നമ്മൾ ലൈം ലൈറ്റിൽ നിന്നില്ലെങ്കിൽ നമുക്ക് വിലയില്ല. അതേപോലെ തന്നെ പവറിൽ ഇരുന്നില്ലെങ്കിൽ വിലയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം. എന്നിട്ട് ഞാൻ ഈ എയർ ഇന്ത്യയിൽ എനിക്ക് സീറ്റ് ശരിയാക്കി തന്ന വ്യക്തിയെ ഞാൻ വിളിച്ച്, അവിടെ ഇരുന്നുകൊണ്ട് പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് വിളിച്ചിട്ട് മോശപ്പെട്ട വാക്കൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി. എനിക്ക് വിഷമം സഹിക്കാൻ വയ്യ. ഞാൻ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ എന്ത് പോക്കരുത്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഉമ്മൻചാണ്ടി എന്നുള്ള പേര് 4 എണ്ണമൊന്നും ഇല്ലല്ലോ. എൻ്റെ അറിവിൽ ഒരൊറ്റ പേരേ ഉള്ളൂ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മൻചാണ്ടിയേ ഉള്ളൂ ആ പേര്. ഈ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ടിൽ കൊടുക്കണ്ടേ? ഈ 29 വോട്ട് ഒരു 4-5 കൊടുക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് ചോദിച്ചു. അപ്പം ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ചൂടായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാനല്ലല്ലോ ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷേ എനിക്കിപ്പോൾ എയർ ഇന്ത്യയിൽ അറിയാത്ത നിങ്ങളല്ലേ ഉള്ളൂ, അവനാണ് വിളിച്ച് ചീത്ത വിളിച്ചത്. എനിക്കിത് ആരോടെങ്കിലും ഇത് പറയണ്ടേന്നുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ ഒന്നും ഇരുന്നില്ല, ഏറ്റവും പുറകെ പോയിരുന്നു. അതൊരു ഭയങ്കര വിഷമം, അത് ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവം. അതിങ്ങനെ മനസ്സിനെ ഒരുപാട് നാൾ ഹോണ്ട് ചെയ്തത്. അല്ലെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. കാര്യം പവർ പോയാൽ ഇത് തന്നെ അവസ്ഥ. 29 വരും. അപ്പോൾ വേണുചേട്ടൻ അടുത്ത് നിൽക്കുകയാണ്, നെടുമുടി വേണുചേട്ടൻ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വേണുചേട്ടൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ചേട്ടാ, എനിക്ക് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിയതാണ് പിടിച്ചിരിക്കാക്കില്ല. വേണുചേട്ടൻ പറഞ്ഞു അയ്യോ അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു കാര്യം ചെയ്യും, വിഷമിക്കാതെ നമുക്ക് വഴിയുണ്ടാക്കാം. വേണുചേട്ടൻ അത് നമുക്ക് ഒന്നുകൂടെ റിഹേഴ്സൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കുമ്പോൾ വേണുചേട്ടൻ ഇങ്ങനെ അതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, നന്ദു ഒരു കാര്യം ചെയ്യാം, ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ ക്യാമറ ഒരു തൂണിൻ്റെ പുറകിൽ ഒരു വളരെ ചെറിയ സമയം ഈ തൂണിൻ്റെ ബാഗിൽ കൂടെ പോകും. ഈ തൂണിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ മൂളുമ്പോൾ നന്ദു ശ്വാസം പെട്ടെന്ന് പിടിച്ചു വിട്ടോളാം എന്ന് പറഞ്ഞു.